ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. പഠിക്കാം, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാം. നമുക്കിന്ന് GK പഠിക്കാം. നമ്മൾ ക്ലാസ്സിൽ GK 5 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നെ. അതേതൊക്കെയാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് അറിയാമോ? നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റഡി ഓഫ് സെൽസ്. സ്റ്റഡി ഓഫ് സെൽസ് നമ്മൾ എന്താണ് പഠിച്ചത്? കോശങ്ങളുടെ പഠനം. സ്റ്റഡി ഓഫ് സെൽസ്. സ്റ്റഡി ഓഫ് സെൽസ് എന്താണ്? സൈറ്റോളജി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്താണ്? പ്രാണികളെ കുറിച്ചുള്ള പഠനം. അതിന് നമ്മൾ എന്താണ് പറഞ്ഞത്? എൻഡമോളജി. എന്താ പഠിച്ചത്? എൻഡമോളജി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റഡി ഓഫ് എർത്ത്. എന്താ സ്റ്റഡി ഓഫ് എർത്ത്? സ്റ്റഡി ഓഫ് എർത്ത് എന്താണ്? ഭൂമിയെ കുറിച്ചുള്ള പഠനം. ഭൂമിയെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ജിയോളജി. എന്താണ്? ജിയോളജി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റഡി ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. സ്റ്റഡി ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. സ്റ്റാറിനെയും പ്ലാനറ്റ്സിനെയും കുറിച്ചുള്ള പഠനം അല്ലേ? നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ കുറിച്ചുള്ള പഠനം. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ആസ്ട്രോണമി. എന്താ പറയുന്നത്? ആസ്ട്രോണമി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റഡി ഓഫ് വൈറസ്. അത് കഴിഞ്ഞ് എന്താ പഠിച്ചത്? സ്റ്റഡി ഓഫ് വൈറസ്. വൈറസിനെ കുറിച്ചുള്ള പഠനം. വൈറസിനെ സ്റ്റഡി ഓഫ് വൈറസ്. സ്റ്റഡി ഓഫ് വൈറസ്. വൈറസിനെ കുറിച്ചുള്ള പഠനം. വൈറസിനെ കുറിച്ചുള്ള പഠനം എന്താണ്? വൈറോളജി. വൈറസിനെ കുറിച്ചുള്ള പഠനം എന്താണ്? വൈറോളജി. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റഡി ഓഫ് ബേർഡ്സ്. സ്റ്റഡി ഓഫ് ബേർഡ്സ്. ബേർഡ്സ് എന്താണ്? പക്ഷികൾ. പക്ഷികളെ കുറിച്ചുള്ള പഠനം. എല്ലാവരും എഴുതിക്കേ, നോട്ട്ബുക്ക് എടുത്തേ. സ്റ്റഡി ഓഫ് ബേർഡ്സ്. സ്റ്റഡി ഓഫ് ബേർഡ്സിനെ പറയുന്നതാണ് ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്താണ്? ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്താണ്? സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്താണ്? ഓർണിത്തോളജി. Study of birds, ornithology. 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 നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയില്ലേ? അതിന് തൊട്ട് താഴെയായിട്ട് എഴുതണം. എന്നിട്ട് 6 നമ്പർ കൊടുത്തിട്ട് അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് എഴുതുക. സ്റ്റഡി ഓഫ് ബേർഡ്സ്. പക്ഷികളെ കുറിച്ചുള്ള പഠനം. പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ഓർണിത്തോളജി. ഓർണിത്തോളജിയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ ORNITHOLOGY. ORNITHOLOGY. ഓർണിത്തോളജി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റഡി ഓഫ് ബോഡി പാർട്സ്. സ്റ്റഡി ഓഫ് ബോഡി പാർട്സ്, അതായത് നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് ബോഡി പാർട്സ് എന്താണ്? നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം. Study of body parts. Study of body parts. Study of body parts എന്താണ്? Anatomy. എന്താണ്? Anatomy. Anatomy എന്താണ്? Anatomy. Anatomy എന്താണ്? Study of body parts. അതായത് നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അനാറ്റമി. അനാറ്റമിയുടെ സ്പെല്ലിംഗ് എന്താണ്? ANATOMY. ANATOMY. അനാറ്റമിയുടെ സ്പെല്ലിംഗ് എന്താണ്? ANATOMY. അനാറ്റമി. അനാറ്റമി എന്താണ്? നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം. The study of body parts. Okay, നമുക്ക് അടുത്ത് പഠിക്കാം സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. പെരുമാറ്റത്തെയും മനസ്സിനെയും കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ് എന്താണ്? നമ്മുടെ പെരുമാറ്റത്തെയും മനസ്സിനെയും കുറിച്ചുള്ള പഠനമാണ്. അത് എന്താണ്? സൈക്കോളജി. അതിനെന്താണ് വിളിക്കുന്നത്? സൈക്കോളജി. നമ്മുടെ പെരുമാറ്റത്തെയും മനസ്സിനെയും കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നത് എന്താണ്? സൈക്കോളജി. നമ്മുടെ പെരുമാറ്റത്തെയും മനസ്സിനെയും
മനസ്സിനെയും കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നതാണ് സൈക്കോളജി. ഓക്കെ, ഓക്കെ, നമ്മൾ എന്താണ് പഠിക്കുന്നത്? സൈക്കോളജി. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. സ്റ്റഡി ഓഫ് ബിഹേവിയർ. ബിഹേവിയറിന്റെ സ്പെല്ലിംഗ് എന്താ? DEHAVIOUR. നിങ്ങൾ പറഞ്ഞേ DEHAVIOUR. Behavior. The study of behavior and mind. Mind is spelling MIND. Mind. The study of behavior and mind. അതായത് പെരുമാറ്റത്തെയും മനസ്സിനെയും കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? സൈക്കോളജി. സൈക്കോളജിയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ TSYCHOLOGY. സൈക്കോളജി. ഓക്കെ, ഈ സ്റ്റഡി ഓഫ് ബോൺസ്. ബോൺസ് എന്താണ്? അസ്ഥികൾ. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ബോൺസ്. ബോൺസ് എന്താണ്? അസ്ഥികൾ. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ എന്തെന്നാണ് പറയുന്നത്? ഓസ്റ്റിയോളജി. എന്താണ് പറയുന്നത്? ഓസ്റ്റിയോളജി. എന്തെന്നാണ് പറയുന്നത്? ഓസ്റ്റിയോളജി. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചുള്ള പഠനം സ്റ്റഡി ഓഫ് ബോൺസ്. എന്താണ്? ഓസ്റ്റിയോളജി. ശ്രദ്ധിച്ച്, സ്റ്റഡി ഓഫ് ബോൺസ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം. ബോൺസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാൽ BONES. ബോൺസ്. സ്റ്റഡി ഓഫ് ബോൺസ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ഓസ്റ്റിയോളജി. എന്താ? ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജിയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ OSTEOLOGY. ഓസ്റ്റിയോളജി. Okay, എല്ലാവരും ശ്രദ്ധിച്ചേ. സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. The study of plants എന്താണ്? സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലേ? നമ്മുടെ the study of plants എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം. The study of plants. നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് the study of plants. Study of plants എന്താണ്? ബോട്ടണി. സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് എന്താണ്? ബോട്ടണി. ബോട്ടണിയുടെ സ്പെല്ലിംഗ് എന്താ? BOTONY. The last one is the study of plants. The last one is the study of plants. എന്താണ്? ബോട്ടണി. ബോട്ടണി എന്താണ്? സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ പഠിപ്പിച്ചേരൊക്കെയാണ് the study of birds. The study of birds എന്താണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓർണിത്തോളജി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റഡി ഓഫ് ബോഡി പാർട്സ്. ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം. അതെന്താണ്? അനാറ്റമി. അനാറ്റമി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചത്? സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. ബിഹേവിയർ ആൻഡ് മൈൻഡ് നമ്മുടെ പെരുമാറ്റത്തെയും മനസ്സിനെയും കുറിച്ചുള്ള പഠനം. അതിന് നമ്മൾ എന്തോ പറയുന്നത്? സൈക്കോളജി. അത് കഴിഞ്ഞ് നമ്മൾ എന്തോ പഠിച്ചത്? സ്റ്റഡി ഓഫ് ബോൺസ്. ബോൺസിനെ കുറിച്ചുള്ള പഠനം. അതായത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചുള്ള പഠനം. അതെന്താ നമ്മൾ പഠിച്ചത്? ഓസ്റ്റിയോളജി. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചുള്ള പഠനം നമ്മൾ എന്ത് പഠിച്ചത്? ഓസ്റ്റിയോളജി. എന്താ? ഓസ്റ്റിയോളജി. അത് ലാസ്റ്റ് വൺ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റഡി ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനം. എന്താ? ബോട്ടണി. ബോട്ടണി. ഓക്കെ, ഈ 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ദിവസം 5 എണ്ണം പഠിച്ചിരുന്നു. ആ നോട്ടിന്റെ താഴോട്ട് എഴുതുക. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ഈ 5 എണ്ണം ഓരോന്നും 5 times വീതം വെച്ച് എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചർക്ക് എന്ത് ചെയ്യണം? ഫോണിൽ ഇട്ട് തരികയും വേണം. നിങ്ങൾ അത് പറയുന്നതിന്റെ വോയിസ് ക്ലിപ്പും ടീച്ചർക്ക് ഇട്ട് തരണം. എന്തൊക്കെ ചെയ്യണം? ഈ 5 എണ്ണം നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച 5 എണ്ണത്തിന്റെ താഴോട്ട് തുടർച്ചയായിട്ട് എഴുതുകയും വേണം. റഫ് ബുക്കിൽ
ബുക്കിൽ 5 ടൈംസ് വീതം ചെയ്ത് പഠിക്കുകയും വേണം. ഇത് പഠിച്ചത് കൂടാതെ എന്ത് ചെയ്യണം? നിങ്ങളിത് പറയുന്നതിൻ്റെ വോയിസ് ക്ലിപ്പ് ടീച്ചർക്ക് ഇട്ടു തരണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ടീച്ചറാണ് നിങ്ങളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എടുത്താലോ? ഓക്കെ, പേജ് നമ്പർ 5. പേജ് നമ്പർ 5 എടുത്തേ. എടുത്തോ? ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ പഠിക്കാനായിട്ട്? റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിം എന്താ? ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. എന്താ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിം? നോക്കിക്കേ. ഇൻട്രൊഡക്ഷൻ ടു ദ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ദ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നെയിം എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ചിലവരുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിന് കുറേ പാർട്സ് ഉണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. പല പാർട്സുകൾ എല്ലാം ചേർന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് അല്ലേ? ആണോ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്. അതിന് കുറെ പാർട്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് പാർട്സ്? ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വരിക? അതിന് എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല? എന്തൊക്കെയുണ്ട്? അതിനൊരു മൗസ് ഉണ്ട്, പിന്നെ കീബോർഡ് ഉണ്ട് അല്ലേ? അങ്ങനെ കുറെ പാർട്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ടീച്ചർ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ പാർട്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ പാർട്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരിക്കാൻ എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ. Each part of a computer has its own importance. അല്ലേ? നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പാർട്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഓരോന്നിനും ഓരോരോ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഓരോരോ വർക്ക് ഉണ്ട് കേട്ടോ. The parts of a computer can be classified into 2 types. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഡിഫറെന്റ് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോരോ പാർട്സിനും അതിൻ്റെതായ ഡ്യൂട്ടീസും വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിലെ പാർട്സിനെ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്ര ടൈപ്സ് ആയിട്ടാണ് പറഞ്ഞത്? 2 ടൈപ്സ് അല്ലേ? എത്ര ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? 2 ടൈപ്സ്. The parts of a computer can be classified into 2 types. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന്റെ പാർട്സിനെ നമുക്ക് മെയിൻ ആയിട്ടും 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ടൈപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൈമറി പാർട്സ്. എന്താണ്? പ്രൈമറി പാർട്സ്. പ്രൈമറി പാർട്സ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തല്ലേ? ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്രൈമറി പാർട്സ് എന്ന് വിളിച്ചു. എന്താണ് പറഞ്ഞേ? പ്രൈമറി പാർട്സ്. ഓക്കേ, സെക്കൻഡ് വൺ എന്താണെന്ന് അറിയാമോ? സെക്കൻഡറി പാർട്സ്. എന്താണ് പറഞ്ഞേ? സെക്കൻഡറി പാർട്സ്. എന്താണ്? സെക്കൻഡറി പാർട്സ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് കുറെ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ പാർട്സിനെ മെയിൻ ആയിട്ട് നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്താണ് പറഞ്ഞേ? പ്രൈമറി പാർട്സ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ. എന്താണ്? പ്രൈമറി പാർട്സ്. സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് പറഞ്ഞേ? സെക്കൻഡറി പാർട്സ്. എന്താണ്? സെക്കൻഡറി പാർട്സ്. ക്ലിയർ ആണേ? പ്രൈമറി പാർട്സിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? PRIMARY primary parts. PARTS parts. ഇതെന്ന് വിളിച്ചു primary parts. സെക്കൻഡ് ടൈപ്പ് എന്താണ്? സെക്കൻഡറി പാർട്സ്. സ്പെല്ലിംഗ് എങ്ങനെയാ?
secondary parts. PERTS secondary parts. Clear ആണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ടു ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പ്രൈമറി പാർട്സിലും അതോടൊപ്പം സെക്കൻഡറി പാർട്സിലും വരുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, മോണിറ്റർ, CPU, ക്യാബിനറ്റ്, കീബോർഡ്, മൗസ് കം അണ്ടർ പ്രൈമറി പാർട്സ്. അപ്പോൾ പ്രൈമറി പാർട്സിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മോണിറ്റർ, CPU, ക്യാബിനറ്റ്, കീബോർഡ്, മൗസ് കം അണ്ടർ പ്രൈമറി പാർട്സ് അല്ലേ? അപ്പോൾ പ്രൈമറി പാർട്സിൽ വരുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, മോണിറ്റർ, CPU, ക്യാബിനറ്റ്, കീബോർഡ്, മൗസ്. ഇതൊക്കെ ഏതിന്റെ പാർട്ടിൽ വരുന്നതാണ് തന്നെ? പ്രൈമറി പാർട്സിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? മോണിറ്റർ, ഏതാണ്? മോണിറ്റർ, പിന്നെ മോണിറ്റർ, പിന്നെയോ CPU, ക്യാബിനറ്റ്, എന്താണ്? CPU, ക്യാബിനറ്റ്, പിന്നെ എന്താണ്? പിന്നെ ഏതാണ്? മൗസ്, പിന്നെയോ കീബോർഡ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? പ്രൈമറി പാർട്സിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് മൗസ്, പിന്നെ ഏതാണ്? കീബോർഡ്. ഏതാണ്? കീബോർഡ്. ഓക്കേ, അപ്പോൾ പ്രൈമറി പാർട്സിൽ വരുന്ന ഏതൊക്കെയാണ്? മോണിറ്റർ, CPU, ക്യാബിനറ്റ്, മൗസ്, കീബോർഡ്. ഇതെല്ലാം പ്രൈമറി പാർട്സിൽ വരുന്നതാണ്. ഓക്കേ, ഇനി നമുക്ക് സെക്കൻഡറി പാർട്സിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. സെക്കൻഡറി പാർട്സ് ഏതൊക്കെയാണ്? where speakers and printer come under secondary parts. അപ്പോൾ സെക്കൻഡറി പാർട്സിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്പീക്കേഴ്സും പ്രിന്റർ. ഓക്കേ, ഏതൊക്കെയാണ്? സ്പീക്കേഴ്സ്, പറഞ്ഞേരാണ് ഏതൊക്കെയാണ്? സ്പീക്കേഴ്സ്, പിന്നെയോ പ്രിന്റർ. ഏതാണ്? സ്പീക്കർ, പ്രിന്റർ. അതാണ് സെക്കൻഡറി പാർട്സ് വരുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പാർട്സിനെ മെയിൻ ആയിട്ട് ടു ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? പ്രൈമറി പാർട്സ്, സെക്കൻഡറി പാർട്സ്. ക്ലിയർ ആയി? പ്രൈമറി പാർട്സിൽ വരുന്നത് ഏതൊക്കെയാണ്? മോണിറ്റർ, CPU, ക്യാബിനറ്റ്, മൗസ്, കീബോർഡ്. ഓക്കേ, സെക്കൻഡറി പാർട്സിൽ ഏതൊക്കെ വരുന്നു പറഞ്ഞത്? സ്പീക്കേഴ്സ്, പ്രിന്റർ. ഓക്കേ, ഇതൊക്കെയാണ് സ്പീക്കേഴ്സ്, പ്രിന്റർ. ക്ലിയർ ആണ്? ഓക്കേ, അപ്പോൾ നമ്മൾ പ്രൈമറി പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്? പ്രൈമറി പാർട്സ് അല്ലേ? പ്രൈമറി പാർട്സിലെ മോണിറ്റർ, CPU, ക്യാബിനറ്റ്, മൗസ്, കീബോർഡ് ഇവയെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് പ്രൈമറി പാർട്സ്. അപ്പോൾ പ്രൈമറി പാർട്സ് ഏതൊക്കെ വരുമെന്നാണ് പറഞ്ഞേ? കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU ഇതൊക്കെ ഇതിൽ വരുന്നതാണ് പ്രൈമറി പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. ഓക്കേ, അപ്പോൾ പ്രൈമറി പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടറിലെ ഫസ്റ്റ് വൺ ആയ മോണിറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനെ കുറിച്ചിട്ടാണ്? മോണിറ്റർ. എന്താണ്? മോണിറ്റർ. മോണിറ്ററിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാമോ? മോണിറ്ററിന്റെ സ്പെല്ലിംഗ്? ഓക്കേ, അപ്പോൾ മോണിറ്ററിന്റെ സ്പെല്ലിംഗ് റീഡ് ചെയ്തേ. MONITOR മോണിറ്റർ. പറഞ്ഞേ, MONITOR മോണിറ്റർ. എല്ലാവരും പറയാനുണ്ടോ സ്പെല്ലിംഗ്? ഓക്കേ, അപ്പോൾ മോണിറ്ററിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? MONITOR. ഓക്കേ, അപ്പോൾ നമ്മൾ ഈ മോണിറ്റർ എന്ന് പറയുന്നത് പ്രൈമറി പാർട്സിൽ വരുന്നതാണോ സെക്കൻഡറി പാർട്സിൽ വരുന്നതാണോ? ഇതിലാണ് പ്രൈമറി പാർട്സിൽ വരുന്നതാണ് അല്ലേ? ഓക്കേ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോണിറ്ററിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ്. ഓക്കേ, നോക്കിക്കേ, a monitor is also called as a screen or visual display unit. എന്താണ്? നമ്മുടെ മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു നെയിം ആണ് എന്ന് പറയുന്നത് സ്ക്രീൻ, അല്ലെങ്കിൽ ഇത് വിളിക്കാം VDU. എന്താണ്? VDU. വീഡിയോ വെച്ചാൽ എന്താ അറിയാമോ? VDU. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കേ,
അപ്പോൾ നമ്മുടെ മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു നെയിമാണ് എന്തെന്ന് പറയുന്നത് VDU. നമ്മൾ ഷോർട്ട് ഫോമിലായിട്ട് VDU എന്ന് വിളിക്കും. അതിന്റെ ഫുൾ ഫോം എന്താ പറയുക? വിഷ്വൽ. പറഞ്ഞ എല്ലാവരും എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വീഡിയോയുടെ ഫുൾ ഫോം എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പോൾ മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു നെയിമാണ് എന്തെന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ VDU. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ കാണുമ്പോൾ നമുക്കൊരു സ്ക്രീൻ കാണില്ലേ? കാണില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ടർ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തിനെ പോലെ ആയിരിക്കും തോന്നുന്നത്? നമ്മുടെ ഈ വീടുകളിലുള്ള ടിവിയെ പോലെ അല്ലേ? ടിവിയുടെ സ്ക്രീൻ എങ്ങനെയാണ്? അതുപോലെയല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ കാണുന്നത്? ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ മോണിറ്റർ എന്താണെന്ന് മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു നെയിമാണ് എന്തെന്ന് പറയുന്നത് VDU അല്ലെങ്കിൽ പറഞ്ഞേ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കെ, a monitor is also called as a screen. എന്തെന്ന് വിളിക്കാം? സ്ക്രീൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? VDU visual display unit. It is a TV-like device that shows text, image and video on its screen. അല്ലേ? നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിനെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള TV സ്ക്രീനെ പോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ കാണുന്നത് അല്ലേ? അതിനകത്ത് എന്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്? ടെക്സ്റ്റ് കാണാം അല്ലേ? എഴുതിയിരിക്കുന്ന ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണാം. പിന്നെയോ എന്തൊക്കെ കാണാൻ പറഞ്ഞേ? ഇമേജ് കാണാം അല്ലേ? ചിത്രങ്ങൾ കാണാം. പിന്നെയോ വീഡിയോസ് കാണാം അല്ലേ? ആ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? നമ്മുടെ ടിവിയെ പോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ടെക്സ്റ്റ് കാണാം, ഇമേജസ് കാണാം, വീഡിയോസ് കാണാം അല്ലേ? ഓക്കെ, monitor comprises of a display device, circuitry casing and power supply. നമ്മുടെ ഈ മോണിറ്ററിന്റെ ഉള്ളിലായിട്ട് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാമോ? എന്തൊക്കെയാണ്? monitor comprises of display device, circuitry casing and power supply. അല്ലേ? നമ്മുടെ എന്താണ് കണക്ഷൻ ഒക്കെ ഉണ്ടല്ലേ? നമുക്ക് ഈ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അല്ലേ? അപ്പൊ എന്താണ് വയറൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ? നമ്മുടെ കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഒരു സർക്യൂട്ടറി പാർട്ട് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലായിട്ട് മോണിറ്ററിനുള്ളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം കൂടി അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് മോണിറ്റർ എന്ന് പറയുന്നത്. The latest version of monitor screen is liquid crystal display. നമ്മുടെ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. അതായത് പുതുതായിട്ട് ഇറങ്ങിയ നമ്മുടെ മോണിറ്ററിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് എന്നാണ് പറയുന്നത് അല്ലേ? The latest version of monitor screen is liquid crystal display. എന്താണ് പറഞ്ഞേ? liquid crystal display. ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ നമ്മുടെ മോണിറ്ററിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ്? പുതുതായിട്ട് ഇപ്പൊ ഇറങ്ങിയ ലേറ്റസ്റ്റ് വേർഷൻ മോണിറ്റർ ഏതാണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഏതാണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് LCD എന്ന് റൈറ്റ് ചെയ്യാം. എന്താണ്? LCD. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഫുൾ ഫോം പഠിച്ചേ, VDU, LCD. അല്ലേ? വീഡിയോയുടെ ഫുൾ ഫോം എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. LCD ഫുൾ ഫോം എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എന്താണ് പറഞ്ഞുതരാം? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ആണ് എന്ന് പറയുന്നത് LCD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? പ്രൈമറി പാർട്സ് ആയ മോണിറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മുടെ മോണിറ്ററിനെ നമുക്ക് വിളിക്കുന്ന മറ്റൊരു അനദർ നെയിം എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? VDU. V എന്താണ്? വിഷ്വൽ. D എന്താണ്? ഡിസ്പ്ലേ. U എന്താണ്? യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കെ, അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഏതെന്ന് പറയുന്നത് LCD.
ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ക്ലിയർ ആണേ? അപ്പോൾ നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് ടിവി പോലാണ്. അതിൽ നമുക്ക് എന്തൊക്കെ കാണാം? ടെക്സ്റ്റ് കാണാം, ഇമേജസ് കാണാം, വീഡിയോസ് കാണാം. ഓക്കേ, ക്ലിയർ ആണേ? ഓക്കേ, അപ്പോൾ നമ്മൾ മോണിറ്ററിനെ കുറിച്ചാണ് പ്രൈമറി പാർട്സിലെ ഫസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. എന്താണ് CPU? നിങ്ങൾ കേട്ടിട്ടുണ്ടോ CPU? എന്താ CPU? തന്നെ അറിയാമോ നിങ്ങൾക്ക് എന്താ CPU എന്ന് വെച്ചാ? CPU. CPU ന്റെ ഫുൾ ഫോം അറിയാമോ? C എന്താണ്? P എന്താണ്? U എന്താണ്? അറിയാമോ? CPU എന്ന് വെച്ചാൽ എന്താ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കേട്ടോ? CPU ന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കേ, അപ്പോൾ CPU നെ കുറിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. CPU is the brain of a computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഏത് പാർട്ടിനെയാണ്? CPU നെയാണ്. അപ്പോൾ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ഏതാണ്? CPU. CPU is the brain of a computer. CPU നെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കേ, അപ്പോൾ CPU നെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കേ, the CPU is the brain of a computer. It is also called as the main processor which encompasses electronic circuitry. It computes arithmetic and logical operations as well as input and output operations. അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ CPU ആണ് ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ CPU ആണ്. ഇതിലാണ് ഇലക്ട്രോണിക് സർക്യൂട്ടറി ഒക്കെ ഉപയോഗിച്ച് അവിടെയാണ് നമ്മുടെ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന കാര്യങ്ങളിലെ എല്ലാ പ്രോസസ്സിംഗും നടക്കുന്നത് എവിടെയാണ്? CPU-ലാണ്. ഓക്കേ, അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതും ഓർത്തെടുക്കുന്നതും എല്ലാം നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടല്ലേ? അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് ഇതെന്ന് പറയുന്നത് CPU. അവിടെയാണ് പ്രോസസ്സിംഗും കാര്യങ്ങളും അല്ലേ? അവിടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കേ, it computes arithmetic and logical operations as well as input and output operations. അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ അറിയാം, നമ്മൾ ബില്ലൊക്കെ അടിക്കുമ്പോൾ അവിടെ എന്താണ് കണക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ? അതായത് arithmetic and logical operations കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ CPU-ലാണ് നടക്കുന്നത്. ഓക്കേ, CPU protects the hardware inside it such as motherboard, hard drive, floppy drive and integrated circuits. അപ്പോൾ നമ്മുടെ ഈ CPU-ലാണ് ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഹാർഡ്വെയർസ് ആയ മദർബോർഡ്. ഏതൊക്കെയാണ്? മദർബോർഡ്, ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡ്രൈവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കേ, അപ്പോൾ നമ്മുടെ ഈ മദർബോർഡ്, ഹാർഡ്വെയർസ് ആയ മദർബോർഡ്, ഫ്ലോപ്പി ഡ്രൈവ്, ഹാർഡ് ഡ്രൈവ് ഇതൊക്കെ എവിടെയാണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ CPU-ന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ CPU-ന്റെ ഉള്ളിലായിട്ടാണ് ആരൊക്കെ ഇരിക്കുന്നത്? മദർബോർഡ്, ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡ്രൈവ്. ക്ലിയർ ആണേ? The circuitry of a motherboard can malfunction when it is exposed to outside environment. ഓക്കേ, അപ്പോൾ നമ്മുടെ ഈ മദർബോർഡ് ഉണ്ടല്ലോ, ഈ മദർബോർഡ് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് അതായത് പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിക്കാം അല്ലെ? എന്തെങ്കിലും തകരാറ്, അതിൽ എന്തെങ്കിലും മാൽഫങ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? CPU-ന്റെ ഉള്ളിലായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ പുറത്ത് കൊണ്ടുവന്നാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷനിങ് അല്ലേ, അത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വരും. അതുകൊണ്ട് അതിനെ നമ്മൾ എവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്? തന്നെ CPU-ന്റെ ഉള്ളിലായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Hence cases are used to protect the delicate internal
components. Additionally, these fans are used to divert the heat away and prevent the components from getting overheated. അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ മദർ ബോർഡിലെ സർക്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നാൽ അതിന് എന്തെങ്കിലും ഡാമേജസ് അല്ലെ മാൽ ഫംഗ്ഷൻ ഒക്കെ കാരണമാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഹീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിലുണ്ടാവുന്ന ഹീറ്റിനെ ഡൈവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫാൻസ് യൂസ് ചെയ്യുന്നു അല്ലെ. നമുക്ക് ചൂടെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫാൻ യൂസ് ചെയ്യും അല്ലെ, നമുക്ക് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള നമ്മുടെ കമ്പ്യൂട്ടർ പാർട്സിനൊക്കെ എന്തെങ്കിലും ഹീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ചൂടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ ആ ഹീറ്റിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ഫാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫാൻസ് യൂസ് ചെയ്യുന്നത് വഴി ആ ഹീറ്റിനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ അല്ലെ, മാറ്റാനായിട്ട് സാധിക്കും. Additionally, case fans are used to divert the heat away and prevent the components from getting overheated. അല്ലേ? കൂടുതൽ ചൂടായി അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ടോ? ഫാൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ ഹീറ്റിനെ അവിടെ നിന്ന് പുറന്തള്ളുന്നു. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? സിപിയുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സെക്കൻഡ് വൺ ആണ് പ്രൈമറി പാർട്സിലെ സെക്കൻഡ് വൺ ആണ് എന്ന് പറയുന്നത് സിപിയു. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? മോണിറ്റർ. സെക്കൻഡ് വൺ ഏതാണ്? സിപിയു. സിപിയു നമ്മൾ എന്ത് വിളിച്ചു? പറഞ്ഞേ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് വിളിച്ചു. പറഞ്ഞേ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ക്ലിയർ ആണ്? സിപിയുവിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തേർഡ് വൺ ആയ കീബോർഡ്. നമ്മളെല്ലാവരും കീബോർഡ് കണ്ടിട്ടില്ലേ? കീബോർഡ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ കീബോർഡ് എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? എന്താ നമ്മൾ കീബോർഡിൽ കാണുന്നത്? നമുക്ക് കുറെ കീസ് കാണാനായിട്ട് സാധിക്കും അല്ലേ? കീബോർഡിനകത്ത് നമുക്ക് കുറെ കീകൾ കാണാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡേറ്റാസ് അല്ലെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത് ഈ കീസ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? ആണോ? ആണ് അല്ലെ? ഈ കീ അമർത്തിയാണ് അല്ലേ നമ്മൾ ഡേറ്റാസ് വിവരങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? കീബോർഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കീബോർഡ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ KEYBOARD കീബോർഡ്. പറഞ്ഞ എന്താണ്? KEYBOARD കീബോർഡ്. ക്ലിയർ ആണേ? അപ്പൊ കീബോർഡിന്റെ പ്രത്യേകത എന്തൊക്കെയാ നോക്കാം. കീബോർഡ് എന്ന് പറയുന്നത് പ്രൈമറി പാർട്ട് ആണോ സെക്കൻഡറി പാർട്ട് ആണോ? പറഞ്ഞേ പ്രൈമറി പാർട്ട് ആണ്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നോക്കിക്കേ, a keyboard is an input device. അല്ലേ? കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലേ? നമ്മൾ എന്താണ് അങ്ങോട്ടേക്ക് കൊടുക്കുമല്ലേ? നമ്മൾ ഇൻഫർമേഷൻസ് വിവരങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കല്ലേ, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് കൊടുക്കല്ലേ? അപ്പൊ ഇതെന്താണ്? കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. A keyboard is an input device that is used to type the text and numbers. അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കീബോർഡ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനും അല്ലേ, പിന്നെയോ നമ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീബോർഡ്. അതിൽ നമുക്ക് കുറെ നമ്മുടെ ആൽഫബറ്റ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, പിന്നെ കുറെ ഫങ്ഷൻ കീസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കീബോർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ടൈപ്പ് ടെക്സ്റ്റ് ആൻഡ് നമ്പേഴ്സ്. ക്ലിയർ ആണ്? കീബോർഡ് എന്ന് പറയുന്നത് എന്തൊരു ഡിവൈസ് ആണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. The keyboard has various
as numbers, alphabets, special characters and function keys. അല്ലേ? ഈ ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും മാത്രമാണോ ഉള്ളത്? അല്ല, അല്ലേ? അതിൽ എന്തൊക്കെയുണ്ട്? നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, പിന്നെയോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഫംഗ്ഷൻ കീ. ഓരോ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കീസും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും, കീബോർഡ്സിൽ കാണാനായിട്ട് സാധിക്കും. When one of the key is pressed, it would represent its respective characters. അല്ലേ? നമ്മൾ നമ്മുടെ കീബോർഡിൽ ഏതെങ്കിലും കീയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ആൽഫബറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെതായ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലേ? നമ്മൾ എ എന്ന് പറയുന്ന കീയിൽ ആൽഫബറ്റിലെ ലെറ്റേഴ്സിലെ എ എന്ന് പറയുന്ന ലെറ്ററിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ നമുക്ക് എ എന്ന് പറയുന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലേ? ഓക്കെ. Whatever is typed using keyboard can be seen on the monitor. നമ്മൾ എന്താണോ കീബോർഡിൽ ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് നമ്മുടെ മോണിറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലേ? നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴായാലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളെ വിളിക്കണം. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പർ ഡയൽ ചെയ്യും. അപ്പൊ നമുക്ക് ആ നമ്പർ നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കില്ലേ? സാധിക്കും. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലും കീബോർഡിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഏതാണോ അത് നമുക്ക് മോണിറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Whatever is typed using keyboard can be seen on the monitor. It has a few special keys such as Shift, Enter, Alt, Tab, Home, End, Print Screen, Scroll Lock, Pause, Break, Page Up, Page Down, Control, Escape and Caps Lock. നമ്മൾ പറഞ്ഞിരുന്നു ആൽഫബറ്റ്സും നമ്പേഴ്സും മാത്രവുമല്ല പിന്നെ എന്തുണ്ട്? ഇതിൽ കുറെ ഫംഗ്ഷൻ കീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അതിൽ കുറച്ച് നമ്മുടെ കീബോർഡ് കുറച്ച് സ്പെഷ്യൽ കീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഷിഫ്റ്റ് ഫസ്റ്റ് വൺ എന്നാണ് പറയുന്നത്, ഷിഫ്റ്റ്. അപ്പോൾ നമ്മുടെ ആൽഫബറ്റ്സും നമ്പേഴ്സും മാത്രമല്ല കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തൊക്കെ കീസ് ഉണ്ട്? ഷിഫ്റ്റ്, SHIFT, ഷിഫ്റ്റ്. പിന്നെയോ എൻ്റർ, എന്താണ്? എൻ്റർ കീ ഉണ്ട്, ഷിഫ്റ്റ് കീ ഉണ്ട്, പിന്നെയോ ALT, ALT. പിന്നെ ഏതാണ്? ടാബ്. പറഞ്ഞേ എന്താണ്? ടാബ്. പിന്നെയോ ഹോം, ഹോം, എൻഡ്. പിന്നെ ഏതാണ്? പ്രിന്റ് സ്ക്രീൻ. എന്താണ്? പ്രിന്റ് സ്ക്രീൻ. പിന്നെ ഏതാണ്? ലോക്ക്. പിന്നെയോ റെഡി? പോസ് ഓർ ബ്രേക്ക്. എന്താണ്? പോസ് ഓർ ബ്രേക്ക്. ഇതൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്? കീബോർഡ്സിൽ കാണുന്ന സ്പെഷ്യൽ കീസ് ആണ് അല്ലേ? പോസ് ഓർ ബ്രേക്ക്. പിന്നെ എന്താണ്? പേജ് അപ്പ്, പേജ് ഡൗൺ. ഇതൊക്കെയാണ് പേജ് അപ്പ്. പിന്നെ എന്താണ്? പേജ് ഡൗൺ. പിന്നെ എന്താണ്? നോക്കിക്കേ. കൺട്രോൾ. CTR നമുക്ക് എങ്ങനെയാ വായിക്കാം? കൺട്രോൾ. കേട്ടോ? CTR നമ്മൾ എങ്ങനെയാ വായിക്കാം? കൺട്രോൾ. പിന്നെയോ ESC. ESC എന്താണ്? എസ്കേപ്പ്. എന്താണ്? ESC എന്താണ്? എസ്കേപ്പ്. ESC എങ്ങനെയാ വായിക്കാം? എസ്കേപ്പ് കീ. പിന്നെ എന്താണ്? ക്യാപ്സ് ലോക്ക്. എന്താണ്? ക്യാപ്സ് ലോക്ക്. എന്താണ്? ക്യാപ്സ് ലോക്ക്. ഓക്കേ. ഇത്രയും കീസ് നമുക്ക് നമ്മുടെ കീബോർഡിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? ആൽഫബറ്റ്സും നമ്പേഴ്സും ഫംഗ്ഷൻ കീ മാത്രമല്ല കുറച്ച് സ്പെഷ്യൽ കീസുകളും ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പേജ് അപ്പ്, പേജ് ഡൗൺ, കൺട്രോൾ, എസ്കേപ്പ്, ഷിഫ്റ്റ്, എൻ്റർ, ആൾട്ട്, ക്യാപ്സ് ലോക്ക്, ടാബ്, ഹോം, എൻഡ്, പ്രിന്റ് സ്ക്രീൻ, ലോക്ക്, പോസ് ഓർ ബ്രേക്ക്. ഇതിനൊക്കെ അതിൻ്റെതായ ഫങ്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും കീസ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? കീബോർഡിൽ കാണാനായിട്ട് സാധിക്കും. റീഡ് ചെയ്യുന്നതിനാലും കൂടെ പേജ് അപ്പ്, പേജ് ഡൗൺ, കൺട്രോൾ,
ESC എങ്ങനെ വായിക്കും? CTR എങ്ങനെ വായിക്കുന്നത്? കൺട്രോൾ. ESC escape, shift, enter, ALT on caps lock, tab, home, end, print screen, lock, pause or break. ഇത്രയും കീസ് നമുക്ക് കീബോർഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. Latest technological improvements have resulted in wireless keyboards. കേട്ടോ, നമ്മുടെ ഈ കയ്യിൽ ഉള്ളത് എങ്ങനെയാണ്? നമ്മുടെ ആ കീബോർഡും നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് സിസ്റ്റമായിട്ട് എന്താണ് വയർ ഉപയോഗിച്ച് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റിന്റെ ഫലമായിട്ട് അല്ലേ ഫലമായിട്ട് നമുക്ക് വയർലെസ് ആയിട്ടുള്ള കീബോർഡ്സും ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വയർലെസ് ആയിട്ടുള്ള കീബോർഡ്സ് നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ സാധിക്കും. ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ കീബോർഡിനെ കുറിച്ച് മനസ്സിലായോ? കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്തെന്ന് പറയുന്നത്? കീബോർഡ് എന്ന് പറയുന്നത് കീബോർഡ് ഏത് പാർട്സിൽ വരുന്നതാണ്? പ്രൈമറി പാർട്സിൽ വരുന്നതാണോ സെക്കൻഡറി പാർട്സിൽ വരുന്നതാണോ? പ്രൈമറി പാർട്സിൽ വരുന്നതാണ് കീബോർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, കീബോർഡ്സിൽ നമ്പേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്, ഫംഗ്ഷൻ കീസ് ഉണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞ കുറെ കീസ് ഉണ്ട് അല്ലേ, പേജ് അപ്പ്, പേജ് ഡൗൺ, കൗണ്ടർ, ESC, escape, shift, enter key, alt, caps lock, tab, home, end, print screen, lock, pause or break. ഇത്രയും കീസ് നമുക്ക് നമ്മുടെ കീബോർഡിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കമ്പ്യൂട്ടർ കീബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ അതിലെടുത്ത് ഈ കീസ് ഒക്കെ എന്തോ ഒന്ന് നോക്കണം കേട്ടോ. നോക്കൂ എല്ലാവരും. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് പഠിച്ചത്? കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണ്. മെയിനായിട്ട് എത്ര പാർട്സ് ആയിട്ട് തിരിച്ചു? 2 പാർട്സ് ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? പ്രൈമറി പാർട്സും സെക്കൻഡറി പാർട്സ്. പ്രൈമറി പാർട്സിൽ വരുന്ന 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? മോണിറ്റർ, CPU, പിന്നെ എന്താണ്? കീബോർഡ്. മോണിറ്ററിനെ നമ്മൾ മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു ടീമാണ് എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഷോർട്ട് ഫോമിൽ നമ്മൾ എന്ത് വിളിച്ചു? VDU അല്ലേ. പിന്നെ CPU എന്താണ്? CPU എന്തെന്ന് അറിയപ്പെടുന്നത്? ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ അല്ലേ. ഓക്കെ, കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? is an input device അല്ലേ. കീബോർഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. അതിൽ കുറേ കീസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് ഇൻപുട്ട് പ്രൈമറി പാർട്സിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് മൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ടീച്ചർ പഠിപ്പിച്ചിടാൻ പറയും. എല്ലാവരും ടെക്സ്റ്റ് ഒരു 2 times എല്ലാവരും റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം പേരന്റിനെ കൊണ്ട് സൈനും ചെയ്യണം. ഓക്കെ, അതോടൊപ്പം ടീച്ചർ എഴുതുന്ന നോട്ട്സും എല്ലാവരും നോട്ട്ബുക്കിലേക്ക് നീറ്റായിട്ട് റൈറ്റ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം എല്ലാവരും എന്ത് ചെയ്യുക? മോണിറ്റർ, കീബോർഡ്, ഇങ്ങനെയുള്ള സ്പെല്ലിങ്സ് ഉണ്ടല്ലോ, എല്ലാവരും എന്ത് ചെയ്യണം? അറിയാൻ വേണ്ട കാര്യങ്ങൾ സ്പെല്ലിങ്സ് എല്ലാവരും എഴുതിയും കൂടെ പഠിക്കണം. എല്ലാവരും എഴുതി കൂടെ എല്ലാവരും പഠിക്കുക. അറിയാവുന്ന സ്പെല്ലിങ്സ് എല്ലാവരും എഴുതി പഠിക്കുകയും കൂടെ വേണം. ഓക്കെ, ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാം ടെക്സ്റ്റ് വായിക്കണല്ലോ. ടീച്ചർ എഴുതുന്ന നോട്ട്സും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്ത് എല്ലാവരും പഠിക്കുക. ഓക്കെ, ടീച്ചർ അടുത്ത ദിവസം വിളിക്കുമ്പോൾ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. മോർണിംഗ് സ്റ്റുഡൻസ്, ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയുടെ ക്ലാസ് ആണ്. ടീച്ചർ ഏത് വിഷയം നിങ്ങൾക്ക് എടുക്കുന്നത്? ഹിന്ദി അല്ലേ. ടീച്ചർ നിങ്ങൾക്ക് അറിയൂ, ടീച്ചറിന്റെ പേരെന്താണ്? നിരത. ടീച്ചറിന്റെ പേരെന്താണ്? നിരത. ഓക്കെ, അപ്പൊ എല്ലാവരും ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വന്നത്. പക്ഷെ നിങ്ങൾ മറന്നുപോയോ? എല്ലാവരും മറന്നു പോയിട്ടുണ്ടോ? അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവർക്കും ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഏത് നോട്ട്ബുക്കാണ് എടുക്കുന്നത്? ഞങ്ങൾക്ക് 5
എഴുതണം? സ്വരാക്ഷരങ്ങളിലെ ആ തൊട്ട് അഹ വരെയുള്ളതും പോലെ വ്യഞ്ജനാക്ഷരങ്ങൾ ക തൊട്ട് ഹ വരെയുള്ള വ്യഞ്ജനാക്ഷരം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ആദ്യം എഴുതണം. അപ്പൊ എന്താണ് ഹോംവർക്ക്? എന്താണ്? അതായത് നമ്മൾ അക്ഷരങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നോർത്ത് നോട്ട്ബുക്കിലേക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ആദ്യത്തെ പേജിൽ എഴുതണം. ഓക്കെ. ഫയൽ ചെയ്യാനൊക്കെ എഴുതാൻ മറന്നുപോയോ? എല്ലാവരും മറന്നുപോയോ? നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എങ്ങനെ പഠിച്ച അക്ഷരങ്ങളാണ് ഫയൽ ചെയ്യാനൊക്കെ എഴുതാൻ പഠിച്ചു ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്താണ്? നമ്മുടെ സ്വരാക്ഷരത്തിലെ സ്വരാക്ഷരത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. അപ്പൊ ആ ഉപയോഗിച്ച് രണ്ട് വാക്കുകൾ, രണ്ട് വേർഡുകളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? ആദ്യം ഫസ്റ്റ് പേജ് എടുക്കുക. അവിടെ എന്ത് ചെയ്യുക? ആ തൊട്ട് അഹ വരെ അല്ലേ? ആ തൊട്ട് അഹ വരെയുള്ള ലെറ്റേഴ്സ് സ്വരാക്ഷരം എഴുതുക. അതുപോലെ വ്യഞ്ജനാക്ഷരവും എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചർ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറയും അതനുസരിച്ച് ചെയ്യുക. അപ്പൊ ആദ്യത്തെ വേർഡില് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിനെ കാണണം കേട്ടോ. അടുത്തേക്ക് സ്വരാക്ഷരത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. അപ്പൊ ടീച്ചർ ആ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാണ് ഫൈവ് ലൈനിലാണ് എഴുതുന്നത് ടീച്ചർ ബോർഡിൽ കാണിച്ചു തരാം. ഇപ്പൊ ശ്രദ്ധിച്ച് എല്ലാവരും ബോർഡിൽ എത്ര ലൈൻ ഉണ്ട്? 1 2 3 4 5. എത്ര ലൈൻ ഉണ്ട്? 5 ലൈൻ. അപ്പൊ നോക്കി നമ്മൾ കൂടുതലും ലെറ്റർ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ആദ്യത്തെ 3 ലൈൻ ആയിരിക്കും. നമ്മൾ സെൻട്രലായിട്ട് ഒരു 3 ലൈൻ ആയിരിക്കും നമ്മൾ ലെറ്റർ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ചിഹ്നങ്ങളൊക്കെ ഇല്ലേ? ചിഹ്നങ്ങളൊക്കെ നമ്മൾ എഴുതാനായിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. നോക്കി കാണിച്ചു ഓരോ ലെറ്റർ പഠിപ്പിക്കുന്ന അനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും? ബോർഡിൽ എഴുതി കാണിച്ചു തരും കേട്ടോ. ഏത് ലെറ്ററാണ്? ആ. പറഞ്ഞേ ആ. കേട്ടോ. ആ ഒരു 3 സെൻട്രൽ 3 ലൈനില്ലേ? ആ ലൈനകത്ത് നിൽക്കണം. പിന്നെ അതുപോലെ എന്താണ് ചില ഈ എന്നൊക്കെ പള്ളിയൊക്കെ വരുമ്പോൾ എന്താണ് എന്ത് ചെയ്യും? നമ്മൾ അത് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്ത് വേണം നിൽക്കാനായിട്ട്. അതപ്പം ടീച്ചർ ആ ലെറ്റർ പഠിപ്പിക്കുമ്പോൾ ആ ലെറ്റർ എങ്ങനെ എഴുതുന്നത് കാണിച്ചു തരാം. നോക്കി ആ ആ വെച്ച് രണ്ട് വേർഡുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് എടുത്ത് എല്ലാവരും പേജ് നമ്പർ 3 എടുത്തേ. കേട്ടോ? ടെക്സ്റ്റ് എടുത്തല്ലോ. ആ. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്വരാക്ഷരം അല്ലേ? ആദ്യത്തെ ലെറ്റർ ഏതാണ്? സ്വരാക്ഷരത്തിൽ ആദ്യത്തെ ലെറ്റർ ഏതാണ്? ആ. പറഞ്ഞെല്ലാവരും ആ. ആ വെച്ച വേർഡ് പറഞ്ഞേ. അനന്നാസ്. പറഞ്ഞേ അനന്നാസ്. അനന്നാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനന്നാസ് പൈനാപ്പിൾ. പറഞ്ഞേ അനന്നാസ് പൈനാപ്പിൾ. ഒന്നുകൂടെ പറഞ്ഞേ. ആ വെച്ച വേർഡ് പറഞ്ഞേ അനന്നാസ്. പറഞ്ഞേ അനന്നാസ്. അനന്നാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പൈനാപ്പിൾ. അനന്നാസിന്റെ മീനിങ് കൂടെ പറയണം കേട്ടോ. അനന്നാസ് എന്ന് പറഞ്ഞ ഹിന്ദി വേർഡ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ പറഞ്ഞ് പഠിക്കണം. അപ്പൊ അനന്നാസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? പൈനാപ്പിൾ. നെക്സ്റ്റ് ഓക്കെ അതർ അല്ലേ? എന്താണ്? അതർക്ക് അല്ലേ? ആ ദ ഇർ ക അല്ലേ? എങ്ങനെ വായിക്കും? അതർ. അതർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആ ജിഞ്ചർ. ജിഞ്ചർ. ജിഞ്ചർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇഞ്ചി. ഇഞ്ചി അറിയില്ലേ? ആ. അപ്പൊ അത് ഹിന്ദി എന്താണ് പറഞ്ഞേ? അതർ. എന്താ വാക്ക്? അതർ. അപ്പം നമ്മള് ആ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് രണ്ട് വേർഡുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ആ പൈനാപ്പിൾ പഠിച്ചു, അതുപോലെ ജിഞ്ചറും പഠിച്ചു. അപ്പം പൈനാപ്പിൾ എന്താ ഹിന്ദി പറയുന്നത്? അനന്നാസ്. എന്താ പറയുന്നത്? അനന്നാസ്. നോക്കി ആ അനന്നാസ്. കണ്ടോ? വായിച്ച എല്ലാവരും എങ്ങനെ വായിക്കും? അനന്നാസ്. എങ്ങനെ വായിക്കും? അനന്നാസ്. എന്താ അനന്നാസ് എന്ന് വെച്ചാല്? പൈനാപ്പിൾ. എന്താണ്? പൈനാപ്പിൾ അല്ലേ? പൈനാപ്പിൾ സ്പെല്ലിംഗ് പറഞ്ഞ PINEAPPLE
അനന്നാസ്. മീനിങ് പറഞ്ഞേ പൈനാപ്പിൾ. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ഫസ്റ്റ് പേജ് ടീച്ചർ പറഞ്ഞു ആ തൊട്ട് അഹ വരെയും അതുപോലെ കാ തൊട്ട് ഹ വരെയും ലെറ്റേഴ്സ് എഴുതാൻ പറഞ്ഞു. അടുത്ത പേജ് എടുത്തിട്ട് എന്ത് ചെയ്യണം, രണ്ടെണ്ണം ഹെഡിങ് ഫസ്റ്റ് അല്ലേ, ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഹിന്ദി വർണ്ണമാല ഹെഡിങ് കൊടുക്കുക കേട്ടോ. അതിന്റെ പേരെഴുതി ഹെഡിങ് കൊടുത്തതിന് ശേഷം ആ എന്ന് പറയുന്ന ലെറ്റർ എഴുതുക അല്ലേ. ആ എന്ന് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക, ആ വെച്ചിട്ട് അനന്നാസ് എന്ന് എഴുതിയിട്ട് അതിന്റെ നേർക്ക് എന്താ എഴുതുക, പൈനാപ്പിൾ. അനന്നാസ് പൈനാപ്പിൾ. അതുപോലെ അടുത്ത എഴുതി നോക്കിയേ, അതർ. എന്താണ് അതർ? അതർഗ് അല്ലേ. അതർഗ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ടീച്ചർ പറഞ്ഞു തന്നു. അതർഗ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ജിഞ്ചർ. എന്താണ് ജിഞ്ചർ? ഇതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ, GINGER. ജിഞ്ചർ. ജിഞ്ചറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ, GINGER. ജിഞ്ചർ. വെച്ച് രണ്ട് വേർഡുകൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, ഇപ്പൊ തന്നെ പഠിച്ച പോവാണ് കേട്ടോ. പറഞ്ഞ എല്ലാവരും അനന്നാസ് പൈനാപ്പിൾ. പറഞ്ഞേ അനന്നാസ് പൈനാപ്പിൾ. അതർ ജിഞ്ചർ. അതർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ജിഞ്ചർ. അപ്പൊ ടീച്ചർ വിളിക്കുമ്പോൾ എന്ത് ചോദിക്കും, വെച്ച് രണ്ട് പേര് പറഞ്ഞു പറയുമ്പോൾ എന്ത് പറയും, അനന്നാസ് അല്ലേ. അനന്നാസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ഇല്ലേ, അനന്നാസ് പൈനാപ്പിൾ. അടുത്ത പേര് ഏതാണ്, സെക്കൻഡ് പേരാണ് പഠിച്ചത്, അതർ അല്ലേ. അതർത്തിന് എന്താണ്, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്, ജിഞ്ചർ. പഠിച്ചില്ലേ എല്ലാവരും? രണ്ടുപേര് പഠിച്ചില്ലേ? ആ വെച്ച് രണ്ട് വേർഡ് പഠിച്ചു. അപ്പൊ ആ രണ്ട് വേർഡും അവിടെ എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മള് എന്ത് ചെയ്യാം, ഓരോ വേർഡും അല്ലേ, അനന്നാസിൽ നിന്നും അതിന് നേരെ പൈനാപ്പിൾ എന്ത് ചെയ്യണം, ഒരു 10 ടൈംസ് എഴുതി പഠിക്കണം. അനന്നാസ് പൈനാപ്പിൾ. അനന്നാസ് പൈനാപ്പിൾ എന്ത് ചെയ്യണം, 10 ടൈംസ് എഴുതി പഠിക്കണം. അടുത്ത എഴുതി എന്താണ്, അതർ അല്ലേ. അതർ ജിഞ്ചർ. അതർ ജിഞ്ചർ എന്ത് ചെയ്യണം, ഒരു 10 ടൈംസ് എഴുതി പഠിക്കണം. ആദ്യം രണ്ടും എഴുതുക, കൊടുത്തിട്ട് അടിയിൽ വര കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ നോട്ട്ബുക്കിൽ കൊടുത്തതിന് ശേഷം അടിയിലൊരു വര കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അനന്നാസ് പൈനാപ്പിൾ അതർ ജിഞ്ചർ എന്നെഴുതിയ ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഈ അനനാസിനെ ഒരു 10 ടൈംസ് എഴുതി പഠിച്ചേ പറ്റും കേട്ടോ. എല്ലാവരും എഴുതി പഠിച്ച ടീച്ചറിന് ഫോട്ടോ കൊടുക്കണം കേട്ടോ. ഫോട്ടോ അയക്കുന്നില്ലേ, എല്ലാവരും എഴുതി പഠിച്ചിട്ട് നോക്കും കേട്ടോ. അപ്പോൾ അടുത്ത ലെറ്റർ പഠിപ്പിക്കാൻ പോകുന്നത് ഏതാണ്, അടുത്ത ലെറ്റർ ഏതാണ്, കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്, വെച്ച് രണ്ട് പേര് പറഞ്ഞു. അപ്പൊ എങ്ങനെ എഴുതുന്നത് നോക്കി, ഫൈനായിട്ട് എങ്ങനെ എഴുതുന്നത് നോക്കി. ടീച്ചർ ഫൈനൽ വരയ്ക്കാം. അടുത്ത ലെറ്റർ ഏതാണ്, അല്ലേ. നോക്കി എന്ന് പറയുമ്പോ ആർക്ക് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മള് വര കൊടുക്കില്ലേ, അതാണ് നമ്മുടെ എന്നുള്ള അല്ലേ. എങ്ങനെ വായിക്കും നമ്മള്, ആരോട്ട് വരയോട്ട് എടുത്തപ്പോ നമ്മൾ എന്ത് ചെയ്ത് അതെങ്ങനെ വായിക്കും, എന്നുള്ള ചിഹ്നം അല്ലേ. വെച്ച് രണ്ട് പേര് പറഞ്ഞ ഏതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, പിക്ചർ കൊടുത്തിട്ടുള്ളതൊക്കെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, മാംഗോ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, മാംഗോ. പറഞ്ഞാലും നെക്സ്റ്റ് വേർഡ് ഏതാണ്, അല്ലേ. പറഞ്ഞേ എഴുതുക, എങ്ങനെ ചേർത്ത് വായിച്ചേ, എന്ന് വെച്ചാൽ എന്താ അർത്ഥം, മാംഗോ. മാംഗോയുടെ സ്പെല്ലിംഗ് അറിയാവോ, MANGO മാംഗോ. മീനിങ് പറഞ്ഞേ, മാംഗോ. മാംഗോ അല്ലേ. വെച്ച് നമുക്ക് ഒരു
പൊട്ടാറ്റോ അല്ലേ? അപ്പൊ പൊട്ടാറ്റോയ്ക്ക് എന്താണ് ഹിന്ദി പറയുന്നത്? ആലു. എന്താണ്? ആലു. ആലു വെച്ച് എന്താണ്? പൊട്ടാറ്റോ അല്ലേ? ആലു. ആ എഴുതിയിട്ട് ലാ എഴുതിയിട്ട് ഊച്ചിനുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ വായിക്കും? ആലു. എന്താണ്? ഊ എന്ന് പറഞ്ഞ ചിഹ്നമാണ് ഇതിനെ നീട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ പറയും ആലു. ആലു എന്ന് വെച്ചാൽ അർത്ഥം പൊട്ടാറ്റോ അല്ലേ? പൊട്ടാറ്റോ സ്പെല്ലിംഗ് പറഞ്ഞേ. POTATO പൊട്ടാറ്റോ അല്ലേ? ആ വെച്ച് രണ്ടുപേരും പറഞ്ഞേ. ആലു. ആന്ന് വെച്ചാൽ എന്താ മീനിങ്? മാംഗോ. ആലു പൊട്ടാറ്റോ അല്ലേ? അപ്പൊ നമ്മൾ ആ വെച്ചും 4 വേർഡ് മൊത്തം നമ്മൾ പഠിച്ചു അല്ലേ? ആ വെച്ച് 2 വേർഡും ആ വെച്ച് 2 വേർഡും. അപ്പൊ ആ വെച്ച് 2 ഏതൊക്കെയാണ്? അനന്നാസ്, അതർ. അനന്നാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പൈനാപ്പിൾ. അതുപോലെ അതർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതർ എന്ന് വെച്ചാല് എന്താ അർത്ഥം? ജിഞ്ചർ അല്ലേ? ബനാനാസും ജിഞ്ചറും നമ്മൾ എന്ത് ചെയ്തു? 10 ടൈംസ് എഴുതി. അതുപോലെ അടുത്ത എന്ത് എഴുതണം? ആ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതുക. ആ ഏതൊക്കെയാണ്? അപ്പൊ എന്താണ്? മാംഗോ. അടുത്ത വേർഡ് ഏതാണ്? ആലു പൊട്ടാറ്റോ അല്ലേ? അപ്പൊ ആലൂന്നും പിന്നെന്താണ്? ആമെന്നും എഴുതിയിട്ട് അതിന്റെ മീനിങ്ങും എഴുതുക. അത് എഴുതി ആ 2 വേർഡുകൾ ആമും ആലു അതിന്റെ മീനിങ് എന്ത് ചെയ്യണം? 10 ടൈംസ് എഴുതി പഠിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ടീച്ചർ പഠിപ്പിച്ച 4 വേർഡ്സ് ഉണ്ടല്ലോ. നോക്കി. അനന്നാസ്, പൈനാപ്പിൾ, അതർ, ജിഞ്ചർ, മാംഗോ, ആലു, പൊട്ടാറ്റോ. ഈ 4 വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എടുത്തതിന് ശേഷം 10 ഓരോ വേർഡ് അതിന്റെ മീനിങ് 10 ടൈംസ് വെച്ച് എഴുതി പഠിക്കണം. എഴുതി പഠിക്കണ്ടേ? ഇത്തിരി പഠിക്കും അതിന്റെ മീനിങ് ചോദിക്കും. എല്ലാവരും കാണാതെ എഴുതാൻ പഠിക്കണം കേട്ടോ. എക്സാം നമ്മൾ എഴുതിയില്ലേ? അപ്പൊ നിങ്ങൾ ഇതുവരെ ലെറ്റർ ആയിരുന്നു പഠിച്ചത്. നമ്മൾ എന്തായി? ചെറിയ ചെറിയ വേർഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ വേർഡുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക? അത് എഴുതി തന്നെ പഠിക്കണം. അത് ടീച്ചർ 4 വേർഡ്